നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ റിട്ടേൺസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ചില സമയത്ത് നമുക്ക് ആബ്സല്യൂട്ട് റിട്ടേൺ തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ചില സമയത്ത് CAGR, ചില സമയത്ത് XIRRും ഒരു കംപ്ലീറ്റ് ലോങ് ടേം ആയിട്ട് വേണമെങ്കിൽ അതിന് റോളിംഗ് റിട്ടേൺസ് എന്ന് പറയുന്ന സാധനമുണ്ട്. അതാണ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പലപ്പോഴും നമ്മളിൽ പലരും CAGR എടുക്കേണ്ട സ്ഥലത്ത് ആബ്സല്യൂട്ട് റിട്ടേൺസ് എടുക്കുകയും ആബ്സല്യൂട്ട് റിട്ടേൺസ് എടുക്കേണ്ട സ്ഥലത്ത് ചിലപ്പോൾ റോളിംഗ് റിട്ടേൺസോ XIRRോ അങ്ങനെയൊക്കെ എടുത്തിട്ട് ആ പട കൂട്ടിക്കുഴയ്ക്കുന്ന ഒരു അനുഭവമുണ്ട്. അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് ഏത് സമയം നമ്മൾ ഏത് റിട്ടേൺസ് ആണ് എടുക്കേണ്ടത്, എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയണ്ടേ? അതിനെപ്പറ്റിയാണ് ഈ വീഡിയോ അവസാനം വരെ കണ്ടിരിക്കുക. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. മിസ്റ്റർ എയുടെ പരിപാടി എന്താണെന്നറിയാവോ? അദ്ദേഹം മാർക്കറ്റ് ഇടിയുമ്പോൾ ലംസം കൊണ്ടങ്ങ് ഇൻവെസ്റ്റ് ചെയ്യും. സപ്പോസ് 1 ഡിസംബറിന് അദ്ദേഹം ഒരു 1 lakh rupees അങ്ങ് ഇൻവെസ്റ്റ് ചെയ്തു. എന്നിട്ട് അദ്ദേഹം ഈ മാർക്കറ്റ് പൊങ്ങിപ്പോകുമ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് നല്ലപോലെ അതങ്ങ് വിഡ്രോ ചെയ്യാമെന്നുള്ള ചിന്തയിലാണ്. അന്നേരം അടുത്ത വർഷം നവംബർ ആയപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇപ്പോഴങ്ങ് വിഡ്രോ ചെയ്യാം, ഇപ്പം മാർക്കറ്റ് പൊങ്ങിക്കിടക്കുകയാണല്ലോ. അദ്ദേഹം അങ്ങ് വിഡ്രോ ചെയ്തു. അന്നേരം ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ ഇദ്ദേഹത്തിന് ഒരു റിട്ടേൺ കിട്ടി. ആദ്യം 1 ലക്ഷം രൂപ കിട്ടു. അന്നേരം ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് കിട്ടിയത് 1,40,000 രൂപ. അന്നേരം അദ്ദേഹത്തിൻ്റെ റിട്ടേൺസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അത് ആബ്സല്യൂട്ട് റിട്ടേൺസ് ആയിട്ടേ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു വർഷത്തിൽ കുറവായിട്ടുള്ള ഏത് റിട്ടേൺസ് ആണെങ്കിലും അത് ആബ്സല്യൂട്ട് റിട്ടേൺസ് ആയിട്ടേ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അന്നേരം മിസ്റ്റർ എയ്ക്ക് കിട്ടിയത് എത്രയാണ്? 40% റിട്ടേൺ. ഇൻവെസ്റ്റ് ചെയ്തത് 1 lakh, തിരിച്ചു കിട്ടിയത് 1,40,000. സോ 40% ആബ്സല്യൂട്ട് റിട്ടേൺസ്. ഇദ്ദേഹത്തിൻ്റെ കേസിൽ CAGRോ XIRRോ റോളിംഗ് റിട്ടേൺസോ ഇതൊന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എനി വിഡ്രോവൽ ഹാപ്പനിങ് വിത്തിൻ 1 year, ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ വിഡ്രോ ചെയ്യുകയാണോ നിങ്ങളുടെ ലംസം എമൗണ്ടിനകത്തുനിന്ന്, അന്നേരം നിങ്ങൾക്ക് അത് ആബ്സല്യൂട്ട് റിട്ടേൺസേ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. എന്നാൽ ഒന്നിലധികം വർഷം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരാൾക്ക് ഈ ആബ്സല്യൂട്ട് റിട്ടേണിൻ്റെ മെട്രിക്സ് പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. ഒന്നിലധികം വർഷം റിട്ടേൺ എടുക്കേണ്ട ഒരാൾക്ക് ആബ്സല്യൂട്ട് റിട്ടേണിൻ്റെ മെട്രിക്സ് അല്ല പറ്റുന്നത്. അതിനുവേണ്ടി CAGR എന്ന് പറയും, കമ്പൗണ്ടിങ് ആനുവൽ ഗ്രോത്ത് റേറ്റ്. അന്നേരം ഇതിനകത്ത് കമ്പൗണ്ടിങ് വരുമല്ലോ. അന്നേരം ആ കമ്പൗണ്ടിങ് കൂടെ എടുക്കണം എന്നുള്ള ഒരു കാര്യം അനിവാര്യമാണ്. ഇപ്പോൾ നമുക്ക് മിസ്റ്റർ ബിയെ കുറിച്ചൊന്ന് ചിന്തിക്കാം. നേരത്തെ മിസ്റ്റർ എ ആയിരുന്നു, ഇപ്പോൾ മിസ്റ്റർ ബി. അന്നേരം ഈ മിസ്റ്റർ ബി 1 ലക്ഷം രൂപ അതേ ഡിസംബർ മാസം 1 കൊണ്ടിട്ടു. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഈ ഒരു വർഷത്തിനുള്ളിൽ അങ്ങ് വിഡ്രോ ചെയ്യേണ്ട ആ പ്രവണത ഇല്ല. മറ്റേ മിസ്റ്റർ എയുടെ കാര്യം പറഞ്ഞത് അദ്ദേഹം വിചാരിച്ചു എന്നാൽ കിടക്കട്ടെ, കുറച്ച് നാളും കൂടെ കിടക്കട്ടെ, അത് നമുക്ക് പിന്നെ നല്ലപോലെ നമുക്കത് റിട്ടേൺ എടുക്കാം. ഒരു 5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് മിസ്റ്റർ ബി പോയിട്ട് അദ്ദേഹത്തിൻ്റെ എല്ലാം വിഡ്രോ ചെയ്തു. അന്നേരം അദ്ദേഹത്തിന് കിട്ടി ടോട്ടലി 2,10,000 രൂപ തിരിച്ചു കിട്ടി. അന്നേരം ഇവിടെ അദ്ദേഹം ഇട്ടത് 1 lakh, കിട്ടിയിരിക്കുന്ന 2,10,000. അന്നേരം ഇത് ആബ്സല്യൂട്ട് റിട്ടേൺ ടേംസിൽ എടുക്കാൻ പറ്റുമോ? ആബ്സല്യൂട്ട് റിട്ടേൺ ടേംസിൽ എടുക്കുമ്പോൾ ഇദ്ദേഹം പറയും അതെ എനിക്ക് 110% ഗ്രോത്ത് കിട്ടി. യെസ്, ഓൺ ആൻ ആബ്സല്യൂട്ട് ടേംസ് നിങ്ങൾക്ക് 110% ഗ്രോത്ത് കിട്ടി. പക്ഷേ എത്ര വർഷം പോയി? 5 വർഷം പോയില്ലേ? അന്നേരം ഇവിടെ CAGR ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അന്നേരം CAGR കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 16% കിട്ടത്തുള്ളൂ. CAGRൻ്റെ ഫോർമുല എന്താണെന്ന് അറിയാവോ? ഇതാണ് അതിൻ്റെ ഫോർമുല. എൻഡിങ് വാല്യൂ ഡിവൈഡഡ് ബൈ സ്റ്റാർട്ടിംഗ് വാല്യൂ. ആ വാല്യൂ എടുത്തിട്ട് റേസ് ടു ദ പവർ ഓഫ് 1 ബൈ ദ നമ്പർ ഓഫ് ഇയേഴ്സ് എന്നിട്ട് -1 ചെയ്യണം. അങ്ങനെ നമ്മൾ ഈ മിസ്റ്റർ ബിയുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിട്ടേണിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന എത്രയാണ്? CAGR 16% കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതുവരെ കണ്ടുവന്നത് ആബ്സല്യൂട്ട് റിട്ടേണും പിന്നെ CAGR. ഇത് രണ്ടും ഏകദേശം ഒരു തരം വരുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാവോ? CAGR ഈസ് മോർ ദാൻ 1 year. ആബ്സല്യൂട്ട് റിട്ടേൺ അത് 1 yearോ അതിനേക്കാളും ലെസ് ആണെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സുഖമുള്ളൂ. അപ്പോൾ
അത് ലംസമായിട്ട് നമ്മൾ ഇടുന്നു, എന്നിട്ട് നമ്മൾ അതേ ലംസം തിരികെ റിട്ടേണോടുകൂടെ വിഡ്രോ ചെയ്യുമ്പോൾ നമുക്ക് ആ കാൽക്കുലേഷൻ കറക്റ്റായിട്ട് വരും. പക്ഷെ അതേസമയം നമ്മളിൽ പലരും SIP ഒക്കെ അല്ലേ ചെയ്യുന്നത്. ചിലർ റെഗുലറായിട്ട് SIP ചെയ്യുന്നുണ്ട്, ചിലർ ഇറഗുലറായിട്ട് SIP ചെയ്യുന്നു. പണം ഇച്ചിരി കൂടുതൽ വന്ന് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ കൂട്ടത്തിൽ എക്സ്ട്രാ കൊണ്ടിടുന്നു. നമുക്ക് പണം കുറവാണെങ്കിൽ നമ്മൾ ചില മാസങ്ങൾ സ്കിപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇച്ചിരി കുറവിടുന്നു. അങ്ങനെയൊക്കെ ഇറഗുലാരിറ്റി ഒക്കെ വരും. പക്ഷെ എന്നാൽ പോലും അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തഡോളജിയാണ് XIRR, എക്സ്റ്റെൻഡഡ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അന്നേരം അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇച്ചിരി കട്ടിയാണ്. പക്ഷേ എക്സൽ ഷീറ്റിനകത്ത് നമുക്ക് സുഖമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ഏത് ദിവസം എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തെന്നുള്ള ആ ഒരു കണക്ക് വെക്കണം. അന്നേരം എക്സൽ ഷീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴോട്ട് വരെ പോകാമല്ലോ. ഓരോ റോയ്ക്കകത്ത് ഏത് ദിവസം നമ്മൾ ആ ഡേറ്റ് നോട്ട് ചെയ്യണം, പിന്നെ അപ്പുറത്തോട്ട് മാറിയിട്ട് എത്ര എമൗണ്ട് ഇട്ടെന്ന് പറയണം. എന്നിട്ട് അത് ഫുൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഫൈനലി ഒരു XIRRൻ്റെ ഫോർമുല ഉണ്ട് എക്സൽ ഷീറ്റിനകത്ത്. അത് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് തരും എത്രയാണ് നമ്മുടെ ഗ്രോത്ത്. അതിനെപ്പറ്റി അറിയണ്ടേ? അന്നേരം ഈ ഒരു എക്സ്പ്ലനേറ്ററി വീഡിയോ നിങ്ങളൊന്ന് നോക്കിക്കാണും. ഈ XIRRൻ്റെ കൺസെപ്റ്റ് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഒരു എക്സൽ ഷീറ്റ് തന്നെ വേണം, അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നല്ല പണിയാണ്. അതുകൊണ്ട് ഞാൻ എക്സൽ ഷീറ്റ് എടുത്തിരിക്കുകയാണ്. ഇതിനകത്ത് 2 കോളം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. ഒരെണ്ണം ഡേറ്റ് കോളമുണ്ട്, വേറെ ഒരെണ്ണം ക്യാഷ് ഫ്ലോ കോളമുണ്ട്. അന്നേരം ഈ ഡേറ്റ് കോളത്തിനകത്ത് ഞാൻ ഏത് ദിവസമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തെന്നുള്ള, അല്ലെങ്കിൽ ക്യാഷ് ട്രാൻസാക്ഷൻ അല്ലല്ലോ, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രാൻസാക്ഷൻ നടത്തിയ ഡേറ്റാണ് കാണിക്കുന്നത്. ഇപ്പോൾ 1 ജാനുവരി 2024 ഞാനൊരു ട്രാൻസാക്ഷൻ നടത്തി. ഇവിടെ -10,000 എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അന്നേരം മൈനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലില്ല, ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നു. നമ്മളെപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താലും മൈനസിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തത്. നമ്മൾ ഒരു 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു, അന്നേരം എപ്പോഴും മൈനസിൽ വരും. പിന്നെ ഞാൻ ജനുവരി 1-ാം തീയതി 10,000 രൂപ ഇട്ടു, ജനുവരി 3-ാം തീയതി 10,000 രൂപ ഇട്ടു, ജനുവരി 10-ാം തീയതി 10,000 രൂപ ഇട്ടു. അങ്ങനെ ഇട്ടുകൊണ്ട് പോവുകയാണ്. ചിലയിടത്തൊക്കെ ഞാൻ ഇച്ചിരി ഇറഗുലാരിറ്റിയും കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഏപ്രിൽ 3-ാം തീയതി ഞാൻ ഒരു 50,000 അങ്ങ് രൊക്കം വാങ്ങിയിട്ടു കേട്ടോ. അത് SIP യൂഷ്വലി നമ്മൾ ഓരോ കറക്റ്റ് ഡേറ്റിന് അങ്ങ് കൊടുക്കുമല്ലോ. ഇതിനകത്ത് കറക്റ്റ് ഡേറ്റിന് കൊടുത്തില്ലെങ്കിലും നമ്മളൊരു ഇറഗുലറായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോഴാണ് XIRR വരുന്നത്. അത് SIPക്കും ബാധകമാണ് കേട്ടോ. എന്നിട്ട് നിങ്ങൾ നോക്കാം, ഞാനിവിടെ ഒരു 50,000 രൂപ അങ്ങ് എക്സ്ട്രാ ഇട്ടു. സാധാരണ 10,000 ആണ് ഇടുന്നത്, പക്ഷേ ഞാനിപ്പോൾ 40,000 എക്സ്ട്രാ ഇട്ടു. എന്നാൽ ഈ മാസം വരുമ്പോൾ ഒക്ടോബർ 10-ാം തീയതി വന്നപ്പോൾ ഞാൻ സാധാരണ 10,000 ഇടുന്നതിന് പകരമായിട്ട് ഞാനൊരു 6,000 രൂപയെ ഇട്ടിട്ടുള്ളൂ ഇൻവെസ്റ്റ്മെൻറ്റ്. എന്നിട്ട് താഴെ വന്നിട്ട് 25 ജൂൺ 1 ഞാൻ ഒരു വിഡ്രോവലും കൂടെ നടത്തിയിട്ടുണ്ട്, ഒരു 20,000 രൂപ വിഡ്രോവലും നടത്തിയിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ ഞാൻ എൻ്റെ മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ടിലോ അങ്ങനെ എൻ്റെ ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലോട്ടോ ഞാൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവസാനം വന്ന് ഞാൻ ഈ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര ചെയ്തെന്നറിയാമോ? ഈ ഇടുന്ന എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ് കണക്ക് കൂട്ടി വരുമ്പോഴത്തെ 4,86,000 ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ 1 ഡിസംബർ ഞാൻ വന്നിട്ട് എൻ്റെ അക്കൗണ്ടിനകത്ത് ഈ ഇട്ടതിൻ്റെ ഒക്കെ ഈ ഗ്രോത്ത് ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഗ്രോത്തും എല്ലാം കൂടി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കിട്ടുന്നത് എത്രയാണെന്നറിയാമോ? 6 ലക്ഷം രൂപ. അന്നേരം ഈ എത്ര വർഷത്തേക്ക് ഇട്ടിട്ടുണ്ട്? നമ്മൾ ഏകദേശം ഒരു 2 വർഷത്തേക്ക് ഇട്ടിട്ടുണ്ട്. 1 ജാനുവരി തൊട്ടാണല്ലോ നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. 1 ഡിസംബർ അല്ലെങ്കിൽ 1 ഇയർ 11 മന്ത്സ് വരെ നമ്മൾ പല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വർഷത്തിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോഴേ XIRR നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടത്തുള്ളൂ. അങ്ങനെ XIRRൻ്റെ ഫോർമുല ഇട്ടു. XIRRൻ്റെ ഫോർമുല നിങ്ങൾ ഇങ്ങോട്ടൊന്ന് നോക്കാം, വേണ്ട ഈ സ്ഥലത്തോട്ടൊന്ന് നോക്കണം കേട്ടോ. XIRR ഈക്വൽ ടു ഈ E7 കോളൻ E55. അന്നേരം E7 ഏതാണ്? ഇതാണ് നമ്മുടെ ക്യാഷ് ഫ്ലോയുടെ എല്ലാം E7 തൊട്ടല്ലോ ആണല്ലോ കൊടുക്കുന്നത്. E7 തൊട്ട് ഏറ്റവും അവസാനം വരെ 55 വരെ, 55 എന്ന് വെച്ച് കഴിഞ്ഞാൽ 54 വരെ ഉള്ളൂ. പക്ഷേ അവസാനം നമ്മൾ ഇതും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് തരണം എത്രയാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അന്നേരം അതാണ് 55. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കോമ വിട്ടിട്ട്, നമ്മളിപ്പോൾ XIRRൻ്റെ ഫോർമുല ഒന്നുകൂടെ നോക്കിക്കും. ഇത് കഴിഞ്ഞിട്ട് കോമ വിട്ടിട്ട് D7 to D55, ഇതാണ് D7 to D55 ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് ഫോർമുല ഇവിടെ വരും. ഇവിടെ വരുമ്പോൾ നമ്മളിത് ആ സെല്ലിനെ പെർസെൻറ്റേജ് ആയിട്ട് കണക്കാക്കണം. അന്നേരം അങ്ങനെയാണ് 17.55% ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. ഇപ്പം ഇതിന് 6 ലക്ഷം ആണല്ലോ. ഇപ്പം 6 ലക്ഷത്തിന് പകരം എനിക്കൊരു 5 ലക്ഷമേ കിട്ടിയിട്ടുള്ളൂ എന്ന് വിചാരിച്ചോ. 500
അന്നേരം എത്രയാണ് 2.23 XIRR കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇച്ചിരി ചേഞ്ച് ചെയ്തിട്ട് ഇതിപ്പം 700 700,000 32% XIRR കിട്ടിയതായിട്ട് അറിഞ്ഞു. അന്നേരം ഈ എക്സൽ ഷീറ്റ് ഞാൻ നമ്മുടെ വീഡിയോയുടെ കീഴിൽ തന്നെ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങളുടെ ഡാറ്റ ഒക്കെ ഇട്ടിട്ട് ഇത് എത്രയും താഴോട്ടും പോകാം കേട്ടോ. ഈ ഡാറ്റ ഞാൻ ഒരു വർഷത്തേക്കുള്ളത് ഞാൻ കിട്ടുന്നേ ഉള്ളൂ, ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് നിങ്ങളെ കാണിക്കാൻ. പക്ഷേ ഫോർമുല ഇതാണ്, ഇങ്ങനെയാണ് നമുക്ക് വർക്ക് ചെയ്ത് എടുക്കേണ്ടത്. ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജേഴ്സ് യൂസ് ചെയ്യുന്ന വേറെ ഒരു നല്ലതരം റിട്ടേണിൻ്റെ ഒരു മെട്രിക്കാണ് റോളിംഗ് റിട്ടേൺസ്. ഈ റോളിംഗ് റിട്ടേൺസ് മറ്റേ XIRRോ CAGRോ അല്ലെങ്കിൽ അബ്സല്യൂട്ട് റിട്ടേൺസ് പോലെയല്ല. ഇത് ഒരു ലോങ്ങർ സമയത്തേക്ക് വേണ്ടി കൺസിസ്റ്റൻസി ആയിട്ട് പെർഫോം ചെയ്യുന്ന നമ്മുടെ മ്യൂച്വൽ ഫണ്ട്സിനെയൊക്കെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാനുള്ളതാണ് റോളിംഗ് റിട്ടേൺസ്. യൂഷ്വലി അത് 3 years റോളിംഗ് റിട്ടേണിൻ്റെ പീരിയഡ് വെച്ച് ചെയ്യും, പിന്നെ 5 years റോളിംഗ് റിട്ടേണിൻ്റെ പീരിയഡ് വെച്ച് ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഒരു 2 സുഹൃത്തുക്കളുണ്ട്, മിസ്റ്റർ എ ആൻഡ് മിസ്റ്റർ ബി. രണ്ടുപേരും ഒരേ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ മിസ്റ്റർ എയ്ക്ക് മിസ്റ്റർ ബിയെ കാട്ടി സ്വല്പം കൂടുതലാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരും ഇൻവെസ്റ്റ് ചെയ്തത് വെവ്വേറെ സമയങ്ങളിലാണെന്നേ ഉള്ളൂ. ഒരാൾ ഒരു ദിവസം ഇൻവെസ്റ്റ് ചെയ്തു, വേറെ ഒരാൾ ഒരു 4, 5, 8 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഇൻവെസ്റ്റ് ചെയ്തു. അന്നേരം പിന്നെ രണ്ടാമത് SIP ഒക്കെ ഇടുമ്പോഴത്തേക്ക് അത് ചിലപ്പം ട്രൗവിൽ പോയിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് എന്നിട്ട് പീക്കി വന്നിട്ട് നമ്മൾ അത് എക്സിറ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ ചിലപ്പം ആൾക്കാർക്കൊക്കെ ഇച്ചിരി കൂടുതൽ കിട്ടിയെന്നിരിക്കും, കുറവ് കിട്ടിയെന്നിരിക്കും ഒരേ ഫണ്ടിൽ തന്നെ. അങ്ങനെ ആ ഒരു പ്രശ്നത്തിന് വേണ്ടിയാണ് റോളിംഗ് റിട്ടേൺസിൻ്റെ ഒരു സൊല്യൂഷൻ. അത് നമ്മുടെ ഫണ്ട്സിൻ്റെ കൺസിസ്റ്റൻസി കാണാനാണ്. ഇപ്പം ഒരു ഇച്ചിരൂടും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഫണ്ടിൽ ഒരാൾ ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 2 പേർ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് അവസാനം വിഡ്രോ ചെയ്യുമ്പം അതേ പീരീഡ് കഴിഞ്ഞിട്ട് അവർക്ക് ഏകദേശം സെയിം ആയിരിക്കും. അല്ലെങ്കിൽ ചിലർക്ക് കൂടുതലും കുറവും ഒക്കെ വന്നെന്നിരിക്കും കേട്ടോ. വെറും ബിക്കോസ് ആ ഫണ്ട്സിൻ്റെ ആ ചാഞ്ചാട്ടം ഉണ്ടല്ലോ, അതിനകത്ത് ചിലർ പെട്ടുപോകും, ചിലർ രക്ഷപ്പെട്ടെന്നിരിക്കും. അങ്ങനത്തെ ആ ഒരു സിസ്റ്റം നോക്കാനാണ്, കൺസിസ്റ്റൻസി നോക്കാനായിട്ടാണ് റോളിംഗ് റിട്ടേൺസ്. ഈ റോളിംഗ് റിട്ടേൺസ് യൂഷ്വലി ഒരു 3 year പീരീഡോ 5 year പീരീഡോ 1 year പീരീഡോ അങ്ങനെയൊക്കെയാണ്. ഇപ്പം 2010 പുതിയൊരു ഫണ്ട് വന്നു. അത് 2025 വരെ എല്ലാ 3 വർഷത്തിൻ്റെ പീരീഡിൽ അതെങ്ങനെ പെർഫോം ചെയ്തതെന്ന് നമുക്കറിയട്ടെ. അത് ആ ബെഞ്ച് മാർക്കുമായിട്ട് എങ്ങനെ താരതമ്യപ്പെട്ടു, അല്ലെങ്കിൽ അതിന് അടുത്തുള്ള വേറെ അതിൻ്റെ കോമ്പറ്റീറ്റർ ഫണ്ട്സുമായിട്ട് അതെങ്ങനെ താരതമ്യപ്പെട്ടു. അതാണ് കൂടുതലും ഈ റോളിംഗ് റിട്ടേൺസിൻ്റെ ഒരു ടെക്നിക്ക്. അന്നേരം റോളിംഗ് റിട്ടേൺസ് നമ്മൾ നോക്കിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന ഫണ്ട് അത് ബെഞ്ച് മാർക്കിനെക്കാട്ടിയും ഭേദമായിട്ട് തന്നെയല്ല, അത് വളരെ ചാഞ്ചാട്ടമില്ല, അത് സ്റ്റെബിലിറ്റിയോടുകൂടെ മുമ്പോട്ട് പോകുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയാൻ പറ്റും. അതാണ് കൂടുതലും ഫണ്ട് മാനേജേഴ്സ് യൂസ് ചെയ്യുന്നത് റോളിംഗ് റിട്ടേൺസിൻ്റെ ആ ഒരു മെട്രിക്. അന്നേരം അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ ഒരു എക്സിബിറ്റിലേക്ക് ഒന്ന് പോകാം. ഓരോ ഫണ്ടിൻ്റെ റോളിംഗ് റിട്ടേൺസ് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ഈ ഒരു വെബ്സൈറ്റാണ് ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് കണ്ടത്. അന്നേരം ഈ വെബ്സൈറ്റിൻ്റെ പേരാണ് rupee-west.com. ഇതിൻ്റെ URL ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് ഇട്ടേക്കാം. അന്നേരം ഈ rupee-west-നകത്ത് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു മെനു കിട്ടും. മെനുവിനകത്ത് ഈ ടൂൾസ് എന്ന് പറഞ്ഞ ഒരു മെനു ഉണ്ട് കേട്ടോ. ആ ടൂൾസിനകത്ത് പോയിട്ട് നമുക്ക് ഈ 3ാമത്തെ ഐറ്റം ഒന്ന് സെലക്ട് ചെയ്യണം. MF റോളിംഗ് റിട്ടേൺസ്, മ്യൂച്വൽ ഫണ്ടിൻ്റെ റോളിംഗ് റിട്ടേൺസ് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കുന്നത്. അന്നേരം ഇതിനകത്ത് അവർ ഓൾറെഡി ക്വാന്റ്, സ്മോൾ ക്യാപ്പും അങ്ങനെയൊക്കെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് മാറ്റാം. അന്നേരം നമുക്കിപ്പം വേണ്ടിയത് 2 കമ്പാരേറ്റീവ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്സാണ്. അന്നേരം ഈ 2 കമ്പാരേറ്റീവ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്, ഇച്ചിരി പഴക്കമുള്ള മ്യൂച്വൽ ഫണ്ട് എടുക്കുകയാണ് ഭേദം. ഈ 1, 2, 3 വർഷം മുമ്പ് വന്ന മ്യൂച്വൽ ഫണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ 3 year അല്ലെങ്കിൽ 5 year റോളിംഗ് റിട്ടേൺസ് ശരിക്കുള്ള ആ ഫിഗർ കിട്ടാൻ ഇച്ചിരി വിഷമമാണ്. അന്നേരം നമുക്കിപ്പം ഫ്ലെക്സി ക്യാപ്പിൻ്റെ 2 മാർക്കറ്റ് ലീഡേഴ്സിനെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ആദ്യമായിട്ട് നമുക്ക് നോക്കാം പാരിക് ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട്. ഇത് സെലക്ട് ചെയ്തല്ലോ. അടുത്തത് HDFC ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട്. അന്നേരം ഈ 2 ഫണ്ട് നമ്മൾ സെലക്ട് ചെയ്തു. പാരിക്കിനെയും HDFCയുടെയും ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടിനകത്ത് സെലക്ട് ചെയ്തു. എന്നിട്ട് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ റോളിംഗ് റിട്ടേൺ ആണല്ലോ വേണ്ടത്. അന്നേരം ഇതിൻ്റെ ഒരു സ്റ്റാർട്ട് ഡേറ്റ് വേണമല്ലോ. ഈ സ്റ്റാർട്ട് ഡേറ്റ് നമ്മൾ ഏതാണ് കൊടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഇത്
2017 നമുക്ക് എടുക്കാം. ജനുവരി 1 തന്നെ എടുത്തേക്കാം, പ്രശ്നമില്ലല്ലോ. അന്നേരം ഇതിനകത്ത് നമ്മൾ ഈ റിട്ടേൺസ് നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത്? റോളിംഗ് റിട്ടേൺസ് എന്ന് വെച്ചാൽ ഏറ്റവും സ്റ്റെബിലിറ്റി ആയിട്ട് അവർ നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാകാതെ ഹൈ റിട്ടേൺസ് തന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ഫണ്ടാണ് നമ്മൾ നോക്കുന്നത്. അന്നേരം ഇത് രണ്ട് കമ്പാരിറ്റീവ് ഫണ്ട്സ് ആണ്, അതുകൊണ്ടാണ് നമ്മളിത് നോക്കുന്നത്. അന്നേരം ഇതിനകത്ത് വേണ്ട 2 റോ ഇവിടെ കാണാമല്ലോ, പരാഗ് പാരിക് ഫ്ലെക്സി ക്യാപ് ഫണ്ടും HDFC ഫ്ലെക്സി ക്യാപ് ഫണ്ടും. ഇതിനകത്ത് പരാഗ് പാരിക്കിൻ്റെ ആവറേജ് റിട്ടേൺ കിട്ടിയിരിക്കുന്നത് ഈ റോളിംഗ് റിട്ടേൺസ് 2017 തൊട്ട് ഇന്ന് വരെയുള്ള റോളിംഗ് റിട്ടേൺസ് 3 ഇയേഴ്സ് റോളിംഗ് റിട്ടേൺ തരുമ്പം ആവറേജ് ആയിട്ടുള്ള റിട്ടേൺ കിട്ടിയിരിക്കുന്നത് 17.48% ആണ് കേട്ടോ. എന്നിട്ട് മാക്സിമം കിട്ടിയിരിക്കുന്നത് 36.29 ആണ്. മിനിമം കിട്ടിയിരിക്കുന്നത് 0.07 ആണ് റോളിംഗ് റിട്ടേൺസിനകത്ത്, ആവറേജ് മാക്സിമം മിനിമം. അന്നേരം ഈ HDFC ഫ്ലെക്സി ക്യാപ്പിനകത്തോ ആവറേജ് കിട്ടിയിരിക്കുന്ന 14.52 ആണ്. എന്നിട്ട് മാക്സിമം കിട്ടിയത് 39.35 ആണ്. മിനിമം കിട്ടിയിരിക്കുന്നത് -8.44 ആണ്. അന്നേരം ഇതിനകത്ത് ഇതെല്ലാം നമ്മളങ്ങോട്ട് വായിച്ചെടുക്കുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? നമുക്ക് മനസ്സിലാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏറ്റവും മാക്സിമം ആയിട്ട് പോയിട്ടുള്ളത് HDFC ഫ്ലെക്സി ക്യാപ്പാണ്. ഒരു 3% കൂടുതലായിട്ട് മാക്സിമം ആയിട്ട് പോയിട്ടുണ്ട്. പക്ഷെ അതേസമയം ഇതേ HDFC ആണ് -8.44 വരെ താഴോട്ട് വീണ് പോയിട്ടുള്ളത്. അന്നേരം ഇത് ഭയങ്കരമായിട്ട് ഒരു എക്സ്ട്രീംസിലോട്ട് പോകുന്ന ഫണ്ടാണ്. അതേസമയം ഈ പരാഗ് പാരിക് അത്ര എക്സ്ട്രീം പോകുന്നില്ല. അത് മാക്സിമം കൊടുത്തിരിക്കുന്നത് 36.29 ആണ്. വേറെ HDFCയുടെ മാക്സിമം എത്രയാണ്? 39.35 ആണ്. അന്നേരം സ്വല്പം HDFC കൂടുതലാണ് മാക്സിമം കൊടുക്കുന്നതിന്. പക്ഷെ ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ പരാഗ് പാരിക്കിൻ്റെ ആവറേജ് എത്രയാണ്? 17.48 ആണ്. HDFCയുടെ ആവറേജ് എത്രയാണ്? 14.52 ആണ്. അന്നേരം ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റോളിംഗ് റിട്ടേൺസ് ഓഫ് പരാഗ് പാരിക് ഇസ് ബെറ്റർ ദാൻ HDFC ഫ്ലെക്സി ക്യാപ്. പിന്നെ ഇങ്ങോട്ട് മാറിയിട്ട് വേറെ ചില പെർസെൻറ്റേജും കൂടെ തരുന്നുണ്ട്. ഈ 0 to 10% റോളിംഗ് റിട്ടേണിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കാണിക്കുന്നുണ്ട്. 0 to 10% എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ലോവർ ലെവലിൽ എത്ര റിട്ടേൺ തന്നു, 0 തൊട്ട് 10% വരെ എത്ര റോളിംഗ് റിട്ടേൺ തന്നതിൻ്റെ ആ പെർസെൻറ്റേജ് ടേംസ് ആണ് കാണിക്കുന്നത്. പരാഗ് പാരിക്കിനകത്ത് 5% പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട്. അതേസമയം 0 to 10%-നകത്ത് HDFC 20% വരെ ഈ കുറഞ്ഞ റിട്ടേൺസ് തന്ന സമയമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 100% ടോട്ടൽ, അതിനകത്ത് നിന്ന് 1/5 HDFC 0 to 10% ആണ് തന്നിരിക്കുന്നത്. അതേ പാരാമീറ്റർ വെച്ച് നോക്കിക്കഴിയുമ്പോഴത്തേക്ക് 10 to 20% പരാഗ് പാരിക് കൊടുത്തിരിക്കുന്നത് 57.67% ടൈംസ് ആണ്. മനസ്സിലായോ? എന്നിട്ട് HDFC കൊടുത്തിരിക്കുന്ന 46.32% ടൈംസ് ആണ്. എന്നിട്ട് ഹൈ റിട്ടേൺ കൊടുത്തിരിക്കുന്നത് നമ്മുടെ പരാഗ് പാരിക് 33.76 ആണ്. എന്നാൽ HDFC കൊടുത്തിരിക്കുന്നത് 18.71 ആണ്. പിന്നെ മോർ ദാൻ 30% റിട്ടേൺ കൊടുത്ത വർഷങ്ങളുടെ ആ ഒരു ശരാശരി നോക്കിക്കഴിയുമ്പോഴത്തേക്ക് 3.66 പരാഗ് പാരിക്കും 6.53 HDFC. അന്നേരം HDFC ഇതിനകത്ത് നമുക്ക് കാണുമ്പോൾ ആർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, അതങ്ങ് എക്സ്ട്രീംസിലോട്ട് പോകുന്ന ഒരു ഫണ്ടാണ്. അന്നേരം HDFC നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പം ചിലർക്ക് ഒത്തിരി ഹൈ കിട്ടിയെന്നിരിക്കും, പക്ഷേ അതേസമയം ചിലർക്ക് ഒത്തിരി നെഗറ്റീവായിട്ട് അവർക്ക് റിട്ടേൺസ്, നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവിൽ തന്നെ ഒരു നെഗറ്റിവിറ്റി ഉണ്ടല്ലോ, ഈ രണ്ടും താരതമ്യപ്പെടുമ്പോൾ അത്ര ലോവറായിട്ട് കിട്ടിയെന്നിരിക്കും. പക്ഷേ അതേസമയം പരാഗ് പാരിക് ഇച്ചിരി റിസ്ക് ഫ്രീ ആണ്. അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ കൂടുതലും നമുക്ക് ഏകദേശം ഒരേ രീതിയിൽ നല്ലൊരു റിട്ടേൺ കിട്ടും. അതാണ് ഈ പറഞ്ഞു വരുന്ന റോളിംഗ് റിട്ടേൺസ്. ഇത് ഒരു പെർസെൻറ്റേജ് ടേംസിലാണ്, പക്ഷേ അത് ഒരു സിംഗിൾ, ഇപ്പോൾ നമ്മുടെ XIRR അല്ലെങ്കിൽ CAGR പോലെ ഒരു സിംഗിൾ പെർസെൻറ്റേജ് അല്ല. പക്ഷേ ഇത് കൂടുതലും ഇച്ചിരി നമ്മുടെ ഫണ്ട് മാനേജേഴ്സ് നോക്കി അവരുടെ പോർട്ട്ഫോളിയോയുടെ ആ സ്റ്റെബിലിറ്റി എത്രയാണെന്ന് മനസ്സിലാക്കാനുള്ള ഈ റിട്ടേൺസിൻ്റെ ഒരു മെട്രിക്കാണ് റോളിംഗ് റിട്ടേൺസ്. അങ്ങനെ 4 തരം റിട്ടേൺസിനെ പറ്റി നമ്മൾ സംസാരിച്ചല്ലോ. ഏതൊക്കെ സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയൊക്കെ നമ്മുടെ റിട്ടേൺസ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാണെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് എഴുതുക, എന്നിട്ട് നമുക്കതൊന്ന് പരിഹരിച്ചു തരാം. വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആ ബെൽ ഐക്കൺ ഉണ്ടല്ലോ,
അതൊന്ന് അടിച്ചു തരാം. സോ ടിൽ വി മീറ്റ് അഗൈൻ, പീസ്.